നല്ല ത്രില്ലിംഗ് ആണ് പടം. ഒന്നും പറയല്ല, സൂപ്പറാണ്, ഔട്ട്സ്റ്റാൻഡിങ്, നല്ല സിനിമ. ഏറ്റവും മികച്ച പടം. ആസിഫ് അലി തകർത്തണ്ട പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്നത് കേട്ടോ. സൂപ്പർ പടം. ആസിഫ് അലിയുടെ അടുത്ത കിഷ്കിന്ത കാണ്ടം സൂപ്പർ ഹിറ്റ് ഉറപ്പാണ്. മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും മമ്മൂക്കയുടെ ഒരു AI വേർഷൻ ചെയ്യുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ചെയ്യുന്നത്. അതെന്തായാലും നന്നായിട്ടുണ്ട്. ഒന്നും പറയല്ല, സൂപ്പറാണ്, ഔട്ട്സ്റ്റാൻഡിങ്, നല്ല സിനിമ. ധൈര്യമായിട്ട് വന്നതാണ്. ഏറ്റവും മികച്ച പടം. ആസിഫ് അലി തകർത്തണ്ട. ആസിഫ് അലി ഒരു സൂപ്പർ താരമല്ല, സൂപ്പർ നടനായി മാറുകയാണ്. ക്ലാസിക് പടമാണ്. എവിടെയെങ്കിലും പോലെ മനോജ് ചെയ്തിട്ടുണ്ട്. ഉഗ്രം പടം. ഇങ്ങനത്തെ മുമ്പ് മലയാളത്തിൽ ഉണ്ടായിട്ടാണ്. ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. ഫുള്ളി ക്ലിപ്പിംഗ് ഫിലിം. ഞാൻ തിയേറ്ററിൽ കാണുക. ഇങ്ങനത്തെ പടം മലയാളത്തിൽ ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും പടം ക്ലാസിക് പടം. കിഷ്കിന്ത കാണ്ട് കാണുന്ന അതേ ഒരു എഫക്റ്റിൽ തന്നെ കാണാം. ക്രൈം കാണാം പടം. നല്ല പഴയ ഒരു കാതോടുകാതരം റെഫറൻസ് വെച്ചാണ്, ആ സിനിമയുടെ റെഫറൻസ് വെച്ചാണ് സിനിമ പോകുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്താണ്, നല്ലപോലെ പടം ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ചെയ്താണ് പടം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയെ ഒരു AI വർക്ക് മമ്മൂട്ടിയെ കാണിക്കുന്നുണ്ട്. അതുപോലെ അത് ഭരതൻ്റെ ഒക്കെ പഴയ കാലമൊക്കെ കാണിക്കുന്ന അതേ സ്റ്റൈലായിട്ട് എന്ന് വെച്ചാൽ പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്നത് കേട്ടോ. സൂപ്പർ പടം. ആസിഫ് അലിയുടെ അടുത്ത കിഷ്കിന്ത കാണ്ടം സൂപ്പർ ഹിറ്റ് ഉറപ്പാണ്. പടം ത്രൂഔട്ട് എൻഗേജ് എന്താ വെച്ചാൽ അനശ്വരയാണ് മെയിൻ റോൾ. അതായത് ആസിഫിൻ്റെ അതേ റോൾ തന്നെയാണ് അനശ്വര ചെയ്തിരിക്കുന്നത്. അനശ്വരയ്ക്കാണ് മെയിൻ റോൾ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പടം എന്ന് വെച്ചാൽ ഒരു പഴയ ഒരു പടത്തിൻ്റെ റെഫറൻസ് വെച്ച് ഒരു പുതിയൊരു ക്രൈം എടുത്തിരിക്കുകയാണ്. നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഇത് ശരിക്കും ഒരു മതത്തെ ഒന്ന് ബേസ് ചെയ്തിട്ടുള്ള പലർക്കും പല സംശയങ്ങളുണ്ട്. ഞാൻ ഈ സിനിമ കാണാൻ വന്നപ്പോൾ എനിക്ക് നമ്മൾ FIR പോലത്തെ ഒരു സിനിമയാണ് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അങ്ങനെ ഒരു സിനിമയല്ല. ഇത് സിനിമയിൽ തന്നെയുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. ആ ഒരു കൊലപാതകത്തിന് ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇത് സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുന്നത് കുറച്ച് ത്രില്ലിംഗ് ആയിരുന്നു. കുറച്ച് പഴയ ഒരു 84, 90, 90s ഒക്കെ കാണിക്കുന്ന കുറച്ച് കാലഘട്ടം നമ്മളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആസിഫ് അലി, പിന്നെ നമ്മുടെ ജഗദീഷ് ഏട്ടൻ, സായി കുമാർ, അനശ്വര രാജൻ, ഇവരെല്ലാം നല്ല കിട്ടിയ റോളെല്ലാം മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ത്രില്ലിംഗ് ആണ് പടം. അടിപൊളി ത്രില്ലിംഗ് ആണ്. പിന്നെ ഒരുപാട് തുടക്കത്തിലൊക്കെ കുറച്ച് വ്യതിയാനം, അവസാനം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻഡിങ് ഒക്കെ ശരിക്കും കാതോടത്തിൻ്റെ ഇതില്ല, അതിൽക്കുള്ള മമ്മൂട്ടിയുടെ ഇതിലെ വെച്ച് എന്ത് ചെയ്യണം. ഓക്കെ.